മലയാള സിനിമയിൽ പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കം കോടതി കയറി. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ സംവിധായകനും 2 നിർമ്മാതാക്കൾക്കുമെതിരെയാണ് പരാതി. ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായ ലിജി പ്രേമൻ കൊച്ചി സിറ്റി പോലീസിൽ പരാതി നൽകി. ചിത്രത്തിലെ ക്രെഡിറ്റ് ലൈനിൽ പേര് ഉൾപ്പെടുത്താതിരുന്ന നടപടി ചോദ്യം ചെയ്ത് ലിജി പ്രേമൻ എറണാകുളം മുൻസിഫ് കോടതിയെയും സമീപിച്ചു. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെയാണ് ലിജി പ്രേമൻ നിയമ നടപടി തുടങ്ങിയത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ അജിത് തലാപ്പിള്ളി, ഇമ്മാനുവൽ ജോസഫ് എന്നിവർക്കെതിരെയും എറണാകുളം സിറ്റി പോലീസിന് പരാതി നൽകി. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനായിരുന്നു 45 ദിവസത്തെ തൊഴിൽ കരാറിന്റെ അടിസ്ഥാനം. ഇതിനായി 2.25 ലക്ഷം രൂപയാണ് പ്രതിഫലമായി നിശ്ചയിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ ഷെഡ്യൂൾ 110 ദിവസത്തേക്ക് നീണ്ടു. നിർമ്മാതാക്കളുമായുള്ള കരാറനുസരിച്ച് സമ്മതിച്ച പ്രതിഫല തുക പോലും നൽകിയില്ല എന്നതാണ് പോലീസിന് നൽകിയ പരാതിയുടെ ഉള്ളടക്കം. കരാറനുസരിച്ച് കോസ്റ്റ്യൂം ഡിസൈൻ ജോലികളുടെ 1/4 പങ്കും ലിജി പ്രേമൻ പൂർത്തിയാക്കി. എന്നാൽ ചിത്രത്തിലെ ക്രെഡിറ്റ് പട്ടികയിൽ പേരും ഉൾപ്പെടുത്തിയില്ല. സംവിധായകന്റെയും നിർമ്മാതാക്കളുടെയും ഈ നടപടിക്കെതിരെ എറണാകുളം മുൻസിഫ് കോടതിയെയും ലിജി പ്രേമൻ സമീപിച്ചു. തന്റെ പേര് ഉൾപ്പെടുത്താതെയുള്ള സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ OTT പ്ലാറ്റ്ഫോമിലെ റിലീസ് തടയണമെന്നാണ് ലിജി പ്രേമന്റെ ഹർജിയിലെ ആവശ്യം. പ്രതിഫല തുകയുടെ ബാക്കിയായ 75,000 രൂപ തിരികെ കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സംവിധായകന്റെയും നിർമ്മാതാക്കളുടെയും നടപടി മൂലം തനിക്ക് മാനസിക വിഷമമുണ്ടായി. ഇതിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നുമാണ് എറണാകുളം മുൻസിഫ് കോടതിയിൽ ലിജി പ്രേമൻ നൽകിയ ഹർജിയിലെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.